ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഇടയ്ക്കിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കലും നിങ്ങളോട് ഈ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമേ അല്ല. അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ പത്തനംതിട്ട സീതത്തോടെന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു പുള്ളിക്കാരി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീതത്തോടെന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് എളുപ്പമൊന്നും മനസ്സിലാകും, നമ്മുടെ ദീപ്തിയുടെ നാടായ സീതത്തോട്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ ആളിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. 2 ദിവസവും അവരെന്നെ തേടി നടന്നതെന്ന് പറഞ്ഞു. ആലപ്പുഴയാണ്, ചേർത്തല എന്നൊക്കെ അറിയാം, അല്ലെ വയലാറെന്നറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും ചേർത്തല എന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അവർ ആലപ്പുഴ ചെന്ന് ഒരുപാട് സ്ഥലത്തൂടെ എല്ലാം തിരക്കി നടന്നു. എന്നിട്ട് അവർ തിരിച്ചു പോയി. വീണ്ടും പിറ്റേ ദിവസം അവർ വീണ്ടും വന്നു കഴിഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വയലാറ് എവിടെയെന്ന് തിരക്കി കഴിഞ്ഞപ്പോൾ 2 ഉണ്ട്. വയലാറും ഉണ്ട്, വയലാറ് കവലയുണ്ട്. തിരക്കി കഴിഞ്ഞപ്പം പറഞ്ഞു, ഇവിടെയല്ല സ്ഥലം, വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലാർ കവല മറ്റൊരു സ്ഥലത്താണെന്നും പറഞ്ഞ് അവർ വീണ്ടും തേടി പിടിച്ച് ഒരു ഓട്ടോയൊക്കെ വിളിച്ച് ഒക്കെ എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഇവർക്ക് തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോവുകയും ചെയ്യേണ്ടതാണ്. ഒരുപാട് സമയം പോയി. ഉടനെ പറഞ്ഞു, ഒരുപാട് ആൾക്കാരുടെ മെസ്സേജ് കണ്ടു, നിങ്ങളെ വിളിച്ചിട്ട് കിട്ടി, ഫോണിൽ കിട്ടി, അതാ എന്നിട്ട് ഓരോരുത്തരും കൊടുക്കുന്ന നമ്പറുകളൊക്കെ തെറ്റായിരുന്നു. പക്ഷേ എനിക്കൊന്ന് കാണണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു വന്ന ഉടനെ എന്നെ കെട്ടിപ്പിടിച്ചു, അമ്മച്ചിയുടെ കാലെ തൊട്ട് നമസ്കരിച്ചു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമാണ്, എനിക്കിപ്പോൾ സംസാരിച്ചിരിക്കാൻ നേരമില്ല, എനിക്ക് ആ ഫോൺ നമ്പർ ഒന്ന് തരുമോ? എനിക്ക് കണ്ടപ്പം തന്നെ പകുതി സമാധാനമായി, എൻ്റെ പ്രശ്നങ്ങൾ പകുതി പരിഹരിച്ചു എന്ന്. ഞാൻ ഒരിക്കലും വലിയ ഒരാളാണെന്നോ അല്ലെ എന്നെ കാണാൻ വന്നതിൻ്റെ ഒരു മഹിമ നിങ്ങളുടെ പറയുവാണെന്നോ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തേക്കരുത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഒറിജിനൽ ഫോൺ നമ്പർ തന്നെയാണ് കേട്ടോ അവർക്ക് കൊടുത്തത്, അല്ലാതെ ഞാൻ വീട്ടിൽ വെച്ചേക്കുന്ന ഫോണിൻ്റെ നമ്പറല്ല ഞാൻ കൊടുത്തേക്കുന്നത്. അന്നേരം പറഞ്ഞു, ഞാൻ നാളെ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുക്കണേ, അല്ലെങ്കിൽ എൻ്റെ മിസ് കോൾ കാണുമ്പോൾ സമയം പോലെ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ, കുറേ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ എന്നെ എടുക്കൽ ആദ്യമേ വന്നപ്പം തന്നെ എനിക്കൊരു സംശയം തോന്നി. ഞാൻ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എണ്ണ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. നിങ്ങൾ എണ്ണയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഭയങ്കര തലവേദന, മുടി കൊഴിച്ചിൽ, എൻ്റെ മോൻ്റെ മുടി മുഴുവൻ വട്ടം റൗണ്ട് പൊഴിഞ്ഞു പോകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എണ്ണ കച്ചവടമൊന്നുമില്ല, അതുണ്ടാക്കുന്ന വിധം വളരെ വ്യക്തമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരമാണ് ഇവർ പറഞ്ഞു, എന്തായാലും എനിക്ക് ഫോൺ നമ്പർ ഒന്ന് തരണം, എനിക്ക് കണ്ടപ്പം തന്നെ പകുതി സമാധാനം എന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത്. ഞാൻ എന്തായാലും ഫോൺ നമ്പറും കൊടുത്തു. ഇന്നലെ വിളിച്ചിരുന്നു. ഇന്നലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അവരെ തിരിച്ചു വിളിക്കാൻ പറ്റിയില്ല. രാത്രിയിൽ വീണ്ടും ഇവരെന്നെ വിളിച്ചു 9-ന് ശേഷം. അപ്പം ഞാനൊന്ന് ഫോൺ എടുത്തപ്പം ഒരു കുറച്ച് കാര്യങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് പറ്റത്തില്ല, 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയും ഇവരെ പോലെ ഉള്ളവർക്കുള്ളൊരു മറുപടിയാണ് ഇപ്പം ഞാൻ തരാൻ വന്നത്. ആദ്യമേ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഒരുപാട് കാശുകൾ അന്ന് വെച്ചാൽ എത്ര കഞ്ഞിക്കില്ലാത്തവരും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞിട്ട് കിടപ്പാടം പണയപ്പെടുത്തി വരെ കണ്ടവന്മാർക്ക് അവന്മാരുടെ കീശ വീർപ്പിക്കാനായിട്ടുണ്ടല്ലോ കൊണ്ടുപോയി കൊടുക്കും, വീട് പണയപ്പെടുത്തി. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും കടം തീർക്കാൻ വേണ്ടിയിട്ടും അല്ല നമ്മുടെ പ്രശ്നങ്ങളും ബാധ്യതകളും തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തന്മാരുടെ അടുത്തൂടെ പോകണം. പക്ഷെ അത് വീണ്ടും നമ്മളെ ബാധ്യതയിലോട്ടാണ് കൊണ്ടുവന്ന് ചാടിക്കുന്നത്. അതാർക്കും മനസ്സിലാകുന്നില്ല. അവിടെ ശരിയായില്ലേ വേറൊരാൾ പറയും, അയ്യോ ഇന്ന ഇടത്തൊന്ന് പോയി നോക്കിക്കുക, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പോയിടത്തെ പോണക്കല്ല, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും, പോയത് മുഴുവൻ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് നിങ്ങളിങ്ങോട്ട് പിടിച്ചിരിക്കും, അത് ഉറപ്പാണ്, എനിക്ക് പോയിട്ട് ഫലം കിട്ടിയെന്ന് പറയും. ഇങ്ങനെ അതും പോയിട്ട് നടന്നില്ല, പിന്നെ ആൾക്കാർ പറയും അടുത്തതിൻ്റെ പുറകെ ഓടി നടക്കും. ഈ നടന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട കാശ് അല്ലെ നമ്മുടെ ധനം അല്ലെ സ്വർണം മറ്റൊരുത്തൻ്റെ കൈ ചെല്ലുന്നത്. ഇന്നത്തെ ഈ കാലത്ത് വീണ്ടും ഈ തട്ടിപ്പിലും വെട്ടിപ്പിലും വീഴുന്ന ആൾക്കാരാണ് നമ്മൾ കേരളീയരെ. കേരളത്തിൽ കിടക്കുന്നവരെ പറ്റിക്കാൻ എല്ലാവർക്കും എളുപ്പമാണെന്നുള്ളത് സർവ്വ ആൾക്കാർക്കും അറിയാം. ഇപ്പം കണ്ടില്ലായിരുന്നോ ഒരു പ്രശ്നം നടക്കുന്നത്, മാരിയോയും ജിജോയും അവരുടെ പറ്റിപ്പീരിൻ്റേതും ഭാര്യേനെ പിറ്റേ ദിവസം, അതായത് തലേ ദിവസേ പ്രസംഗം പറഞ്ഞു പഠിപ്പിച്ച് പിറ്റേ ദിവസം പറയേണ്ട രീതിയിൽ മാരിയോ ആക്കിയിട്ടാണ് പറയിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാരിയോയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, മാരിയോ പിന്നെയും ജിജിയെ കഴിഞ്ഞ് ഒന്നും കൂടെ മെച്ചമാണ്. കാരണം കുറച്ചെങ്കിലുമൊക്കെ ആൾക്കാർക്ക്
വേണ്ടിയിട്ട് അല്ലെ കുറച്ചെങ്കിലും സത്യസന്ധമായിട്ട് ഉള്ള വാക്കുകൾ പറയുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചു നോക്കി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നമ്മുടെ വീട് എങ്ങനെ പോകണം, നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഒരുത്തൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയി ചേർന്നു അല്ലെ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ചേർന്നെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ മോട്ടിവേഷൻ നമ്മൾ തന്നെ ആയിരിക്കണം. നമ്മൾ പകല് ചെയ്ത കാര്യങ്ങൾ, അല്ല നമ്മൾ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കി, അല്ല നമ്മുടെ കുടുംബത്തെ എന്തെങ്കിലും പറഞ്ഞു, നമ്മൾ കിടക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടോ അതോ അവരുടെ ഭാഗത്താണോ തെറ്റ്. നമുക്ക് അന്നേരം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഈഗോയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള കുറവുകൾ തെറ്റുകളൊക്കെ നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നോക്കുക. എന്നിട്ട് നമ്മൾ സ്വയം തിരുത്തുക. അത് തന്നെയാണ് മോട്ടിവേഷൻ. സ്വയം ചെയ്യുക. അല്ലാതെ വല്ലവൻ്റെയും പുറകെ പോയി അവിടെ കാശ് കൊടുത്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇപ്പം ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ പറയാൻ വന്നത്, അവർ പറയുന്നത് അവർക്ക് ഒരു കുടുംബം, ഇവർ തന്നെയല്ല പലരും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. പിന്നെ ഈ ആലുവായിൽ നിന്നൊരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് തന്നെ 2 പേര് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു വീട്ടുകാർ വന്ന് താമസിച്ചിട്ടുണ്ട്. കാരണം ഇവർ മേടിക്കാനിരുന്ന വീടും സ്ഥലവുമാണ്. അവരറിയാതെ തന്നെ ഇവരോട് ഇച്ചിരി വിരോധം ഉള്ളതുകൊണ്ട് മറ്റൊരാൾക്ക് അത് കച്ചവടമാക്കി കളഞ്ഞു. അവർ വന്ന് താമസിച്ചപ്പം തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നവും അലമ്പും. അതുവരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. തമ്മിത്തല്ലും വഴക്കും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പ്രശ്നമാണ്. ഇവരും ഇതുപോലെ തന്നെയാണ് എന്നോട് പറയുന്നത്. മോൻ്റെ കല്യാണം നടക്കുന്നില്ല, മോന് ഏകദേശം 46 വയസ്സോട് അടുക്കുന്നു. പിന്നെ കുടുംബത്തെല്ലാം പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അവരുടെ വ്യക്തമായ പ്രശ്നങ്ങളൊന്നും ഞാൻ കേട്ടില്ലെന്ന് നിങ്ങളോട് പറഞ്ഞ് എനിക്ക് ഒരിച്ചിരി ഒരു പ്രശ്നം ഉണ്ടായിരുന്നതിൻ്റെ പുറത്ത് അത് മറ്റു കുടുംബ പ്രശ്നമാണെന്നൊന്നും ഓർത്ത് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അത് എങ്കിൽ പോലും എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആരുടെയും ഒരുത്തൻ്റെയും പുറകെ പോയി നിങ്ങൾ കാശ് മുടക്കണ്ട. നിങ്ങൾക്കായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. ഇപ്പം കുടുംബ പ്രശ്നമായിക്കോട്ടെ, ആരെങ്കിലും നിങ്ങൾ ആ വീട് ഇട്ടെറിഞ്ഞിട്ട് നിസ്സാര വിലയ്ക്ക് ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്നവന് കൊടുത്തിട്ട് പോകാനായിട്ടൊക്കെ വരട്ടെ. അല്ലെങ്കിൽ കല്യാണം മുടങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് കൈവശം തന്നു, എന്തു പ്രശ്നവുമായിക്കോട്ടെ, ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹാരമില്ലാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ പറയല്ലേ, നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. അതിനൊരു പരിഹാരം ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഈ പരിഹാരം നിങ്ങൾ കറക്റ്റായിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക. അല്ലാതെ എന്നെ തേടി പിടിച്ച് നിങ്ങൾ ഈ വയലാറ് വരെ വരണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതൊരിക്കലും ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരണമെന്നൊന്നും ഓർത്തൊരു കാര്യമല്ല. ഇത് ഒഴിവാക്കി മാറ്റി വെച്ചൊരു ടിപ്പുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആർക്കും ഒരു ദ്രോഹത്തിനും വേണ്ടിയിട്ട് ഒരു കാര്യവും നിങ്ങളുടെ അടുക്കൽ പറഞ്ഞു തരാറില്ല. ഉണ്ടോ? നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരാറുള്ളൂ. നമ്മൾ ഒരുത്തിനെ ദ്രോഹിച്ചിട്ട് നമ്മൾ നന്നാകാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, തൽക്കാലം അതൊക്കെ നടക്കും. പക്ഷെ അത് കഴിഞ്ഞൊരു തിരിച്ചടി ഇങ്ങോട്ട് വരും. അത് നമുക്ക് ചിലപ്പം താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കും ഉപകാരം ചെയ്തിട്ട് ഉപദ്രവിക്കാൻ പോകണ്ടെന്നേ. അതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാത്തൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 5 പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 3 പേരുണ്ടായിരിക്കും. നിങ്ങളുടെ ഈ 3 പേരുടെയും ഈ തലമുടിയുടെ ഉള്ളിൽ നിന്ന്, എന്ന് വെച്ചാൽ പുറമേ ഇങ്ങനെ നോക്കി അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മുടി കട്ട് ചെയ്തെടുക്കുക. എത്ര പേരുണ്ടോ അത്രയും. അന്ന് വെച്ചിട്ട് ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ഒന്നിച്ച് വെച്ചോ, ഒരു തുണിയിൽ ഇതൊന്നിച്ച് നിങ്ങൾ വെച്ചോ. വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത്, ഒരു ഇടത്ത് കൈയുടെ കൈവിരലിൻ്റെ നഖം കട്ടിച്ചെടുക്കുക. പക്ഷേ വലത്ത് കൈയുടെ ഏതെങ്കിലും പോരാ കേട്ടോ, ഈ തന്ത വിരലിൻ്റെയും പിന്നെ ഈ നടുക്കത്തെ ഈ നടുവിരലിൻ്റെ നഖം കൂടെ വെട്ടുക. വലത്ത് കൈയുടെ 2 കൈ വിരലിൻ്റെ നഖവും ഇടത്ത് കൈയുടെ ഏതെങ്കിലും ഒരു കൈയുടെ നഖവും വെട്ടിയെടുക്കുക. അതുപോലെ കാലിൻ്റെ 2ൻ്റെയും തന്ത വിരലേന്ന് നഖം വെട്ടിയെടുക്കുക. അപ്പം ഇതും ഈ കൂട്ടത്തിൽ തന്നെ, ഈ മുടിയുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഒന്നിച്ച് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ ഇങ്ങനെ 3 ഞുള്ള് കയ്യുപ്പ് എടുക്കുക. ഇപ്പോൾ 5 പേരാവുണ്ടെങ്കിൽ 5 ഞുള്ള് കയ്യുപ്പും കൂടെ എടുത്ത് ഈ കൂട്ടത്തിൽ വെച്ചും കഴിഞ്ഞിട്ട്, ഇത് ഇത്രയും കാര്യം നിങ്ങൾ ആരാണോ വീട്ടിൽ ചെയ്യുന്നത്, ഇത് ഒരാൾ എന്ന് വെച്ചാൽ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ഒരാൾ, അല്ല ഇതൊക്കെ ചെയ്യാൻ പ്രാപ്തരായ ഒരാൾ ചെയ്യണം. ഒരാൾ തന്നെ വേണം ഇങ്ങനെ മുടി കട്ട് ചെയ്യാനും മറ്റുള്ളവരുടെ നഖം കട്ട് ചെയ്യാനും. ഈ കല്ലുപ്പ് എത്ര പേരുണ്ടോ അത്രയും കണക്കനുസരിച്ച് കുത്തിയെടുക്കാനും. 3 പേരുണ്ട് 3 ഞുള്ള് കല്ലുപ്പ്, 5 പേരുണ്ട് 5 ഞുള്ള് കല്ലുപ്പ്. എന്നിട്ട് ഇത് ഒന്നിച്ച് ചെയ്തേച്ച് കേട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ തിരശ്ശീല തുണി വെച്ചേക്കുന്ന സാധനം ഒന്ന് കെട്ടിയേച്ചും കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തോട്ട് ഇറക്കുക. നമ്മൾ പിന്നെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കിഴക്കും തെക്കും വശം കൂടെ കൂടുന്ന മൂല സൈഡുണ്ട്, അതായത് കിഴക്കും തെക്കും കൂടെ ചേരുന്ന ഒരു കോർണർ ഭാഗം വരും. അതായത് ആ വീടിൻ്റെ ആ കോർണറിൻ്റെ ഭാഗത്ത് ഇതൊന്ന് കെട്ടിത്തൂക്കി 7 ദിവസം ഇട്ടേക്കുക. ഇത് ഇത്രയും ചെയ്യുന്നിടം വരെ നിങ്ങൾ ഈ കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ, ആദ്യമേ ഫസ്റ്റ് എടുക്കേണ്ടത് മുടിയാണ്, സെക്കൻഡ് എടുക്കേണ്ടത് നഖമാണ്,
മൂന്നാമതാണ് കല്ലുപ്പ് എടുക്കേണ്ടത്. എന്നുവെച്ചിട്ട് ഇത് തുടങ്ങുമ്പം തൊട്ട് നിങ്ങൾ ഈ ചെയ്യുന്നയാൾ വർത്താനം പറയാൻ മിണ്ടാതെ ഉരിയാടെ സംസാരിക്കാതെ വേണം ഈ കാര്യം ചെയ്യാൻ. എന്ന് വെച്ചിട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഈ കോർണറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കെട്ടി തൂക്കി ഇടുന്നിടം വരെ പിന്നെ മിണ്ടരുത്. പിന്നെ മിണ്ടുന്നത് നിങ്ങൾ ഈ ചെയ്തയാൾ വന്നിട്ട് കൈ ഒരു 3 പ്രാവശ്യം നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകുക. 3 പ്രാവശ്യം വായും കുലുക്കുഴിഞ്ഞ് തുപ്പിയതിന് ശേഷമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ പരസ്പരം. ഇത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഓർമ്മയിലിരിക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നം എന്ന് മനസ്സിൽ ഓർക്കുക. അതെല്ലാം മാറിപ്പോണേന്ന് നിങ്ങൾ എത്ര പേരുണ്ടോ അത്രയും ആൾക്കാരും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് ഇത് 7 ദിവസം വെച്ചാൽ മതി. 8ാമത്തെ ദിവസം ഒന്നെങ്കിൽ എടുത്ത് ആരും ചവിട്ട് കൊള്ളാത്തത് മണ്ണിൻ്റെ അടി കുഴിച്ചിടരുത്. ഒന്നെങ്കിൽ ചവിട്ടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇടുക. അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞാൽ മതി. നിങ്ങളുടെ എല്ലാ പ്രശ്നം അതോടുകൂടി ഒഴുകി പൊക്കോളും കേട്ടോ. അപ്പം ഇങ്ങനെ മാത്രം ചെയ്യുക. അല്ലാതെ നിങ്ങൾ എന്നെ വണ്ടി പിടിച്ച് ഇതുപോലെ കഷ്ടപ്പെട്ട് കാണാനൊന്നും വരേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾക്കിനി എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കെ.